ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. എന്നും പറയാറുള്ളത് പോലെ വീഡിയോ കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മധുരയിൽ യമുനയുടെ തീരത്ത് അല്പനേരം താമസിച്ചതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് രഥം മധുരയിലെത്തിയില്ല. മധ്യാഹ്നത്തോടെയാണ് തേര് മധുരയിലെത്തിയത്. തെരുവുകൾ ആരംഭിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അക്രൂരൻ പറഞ്ഞു, നമ്മൾ മധുരയിലേക്ക് പ്രവേശിക്കുന്നു. തെരുവിൻ്റെ ഇരുവശത്തുമുള്ള വീടുകൾ അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളുടെ മുൻപിലും ഓരോ വില്ല് പൂജിച്ചു വെച്ചിരിക്കും. ആയുധങ്ങളുടെ ഉത്സവമാണിത്. മനുഷ്യവംശത്തിൻ്റെ വിജയം ആയുധവുമായി അത്ര കണ്ട് ബന്ധപ്പെടുന്നു. ഈ ആയുധബന്ധം ഇനി വലുതാവുകയേയുള്ളൂ. തെരുവിൽ അനേകം ആളുകളുണ്ട്. എന്തോ പറഞ്ഞും ചിരിച്ചും ധേനുപാലുകരായ കുറേ ബാലന്മാർ തെരുവിലൂടെ നടക്കുന്നു. മറ്റേതോ ഗ്രാമത്തിൽ നിന്നും ഉത്സവം കാണുവാനെത്തിയവരാണവർ. തെരുവിലൂടെ രഥം മുന്നോട്ടു നീങ്ങി. രഥം തെരുവിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, തേര് ഇവിടെ നിർത്തൂ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അക്രൂരൻ ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു, നന്ദനന്ദന, നാം ഇവിടെ ഇറങ്ങിയാൽ മതിയോ? കൊട്ടാരത്തിലേക്കല്ലേ പോകേണ്ടത്? ഞങ്ങൾ വന്ന കാര്യം അങ്ങ് കൊട്ടാരത്തിൽ അറിയിച്ചാൽ മതി. മനോഹരമായ മധുര കാണുവാനുള്ള ആശ കൊണ്ടിറങ്ങിയതാണെന്ന് പറയൂ. പിന്നെ ഒരുപക്ഷെ മധുര കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലോ? അക്രൂരൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങെന്താണ് ഇങ്ങനെ പറയുവാൻ? മനുധനുജ വംശത്തിൽ ആരെങ്കിലും അങ്ങയെ അധക്കരിക്കുമോ? പിന്നല്ലേ കംസൻ. എല്ലാം ഇഷ്ടം പോലെ. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്, അത് ചെവിക്കൊള്ളുമാറാകണം. കേശവൻ പുഞ്ചിരിച്ചു. പറയൂ, എന്താണ് അപേക്ഷ? അക്രൂരൻ തൊഴുതുകൊണ്ടറിയിച്ചു. ഈ തെരുവിനപ്പുറത്താണ് അടിയന്റെ ഭവനം. ഈ പാവന പാദം കൊണ്ട് അവിടം പരിപൂതമാക്കണം. ഇന്നു രാത്രി എൻ്റെ ഭവനത്തിൽ വിശ്രമിച്ച് നാളെ കംസ കൊട്ടാരത്തിലേക്ക് പോകാം. ഇതാണ് എൻ്റെ അപേക്ഷ. കേശവൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇന്നല്ല. കംസന്റെ ആഗ്രഹം പൂർത്തീകരിച്ചതിനു ശേഷമേ വിശ്രമമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നഗരം കാണട്ടെ. വൈകുന്നേരം പിതാവ് താമസിക്കുന്ന വസതിയിൽ എത്തുമെന്ന് പറയണം. അച്ഛൻ വസുദേവരോടും അമ്മ ദേവകിയോടും ഞങ്ങൾ എത്തിയ വിവരം അറിയിക്കുക. ഇപ്പോൾ തന്നെ അങ്ങ് കൊട്ടാരത്തിലേക്ക് പോകണം. ഞങ്ങൾ എത്തിയെന്നും തെരുവിലിറങ്ങി നഗരം കാണുകയാണെന്നും പറയണം. കാലിപ്പിള്ളേരല്ലേ തെരുവിൻ്റെ ഭംഗി കണ്ടപ്പോൾ അവിടെ ചാടി അത്ഭുതത്തോടെ ഓരോ കാഴ്ചകൾ കാണുകയാണ് എന്നുകൂടി പറഞ്ഞേക്കൂ. ഞങ്ങൾ ഇന്ന് താങ്കളുടെ ഭവനത്തിലേക്ക് വന്നാൽ കംസന് അങ്ങയിൽ വിശ്വാസം നഷ്ടപ്പെടും. കൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് അക്രൂരന് ബോധ്യമായി. ബാലന്മാർ എത്തിയ വിവരം അറിയിക്കുന്നതിന് ഗാന്ധിനി സുനു കൊട്ടാരത്തിലേക്ക് പോയി. രാമനും കൃഷ്ണനും തെരുവിൻ്റെ ഓരത്ത് നിന്നു. അവരുടെ വസ്ത്രധാരണ രീതിയും നിറവും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. വീതിയുടെ ഇരുവശത്തുമുള്ള ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചു. പല രാജ്യത്തു നിന്നും വരുന്ന വണ്ടികൾ അവരെ കടന്നുപോകുന്നു. യാത്രക്കാരും കൃഷ്ണനെയും ബലരാമനെയും ശ്രദ്ധിച്ചു. ആരും ശ്രദ്ധിക്കുന്നതല്ലേ അവരുടെ ആകൃതി. ഒരാളുടെ നിറം ഇന്ദ്രനീലവർണ്ണം, മറ്റേയാളിൻ്റെ നിറം മണിമുത്തിൻ്റെ മണിവർണ്ണം. ചിഗുരത്തിൽ ഒരാൾക്ക് മയിൽപീലി, അപരന് തോളിൽ ചെറിയ കലപ്പ. ഒരാൾ പീതാംബരം ധരിച്ചിരിക്കുന്നു, അപരൻ ഇന്ദ്രനീലാംബരമാണ് ചാർത്തിയിരിക്കുന്നത്. തികച്ചും ആകർഷണീയമായ വസ്ത്രധാരണം. തെരുവിലുള്ളവർ ബാലന്മാരുടെ അടുത്തുകൂടി. ഒരാൾ ചോദിച്ചു, നിന്റെ പേരെന്താണ്? എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ നാമം കൃഷ്ണൻ എന്നാണ്. ഇതെൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ എന്നാണ് പേര്.
ഞങ്ങൾ വൃന്ദാവന വ്രജഭൂമിയിൽ നിന്നും ഉത്സവം കാണുവാൻ വന്നവരാണ്. നന്ദഗോപന്റെ ഗ്രാമത്തിൽ നിന്നാണോ നിങ്ങൾ വരുന്നത്? അതെ. സന്തോഷമായി. നിങ്ങൾ നന്ദഗോപന്റെ സന്തതികളല്ലേ? ഞാൻ നന്ദഗോപന്റെ മകനാണ്, ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഇദ്ദേഹം രോഹിണിയുടെ മകനും. ബാലന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. മറ്റൊരാൾ ചോദിച്ചു, ഒരു സംശയം നിന്നോട് ചോദിച്ചോട്ടെ? കൃഷ്ണൻ പറഞ്ഞു, ചോദിച്ചുകൊള്ളൂ. നീയല്ലേ അമ്പാടിയിൽ വെച്ച് പൂതനയെ കൊന്നത്? കേശവൻ പുഞ്ചിരിച്ചു. ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അതേ. ആ വാക്കിനൊപ്പം ജനങ്ങളിൽ ഒരു ആരവം ആണ് ഉയർന്നത്. പൂതന മുതൽ കേശി വരെയുള്ള രാക്ഷസരുടെ മരണം അവർക്കറിയാം. ഹന്താവിനെ കാണുന്നത് ഇപ്പോഴാണ്. അതുല്യ രൂപഗുണമുള്ള ഇവൻ യാദവ രക്ഷകൻ തന്നെയെന്ന് അവരുറച്ചു. കൊടുങ്കാറ്റിൽ പടരുന്ന കാട്ടുതീ പോലെ വാർത്ത മധുരാ നഗരത്തിൽ ചുറ്റിയടിച്ചു. പൂതനയെ കൊന്ന അമ്പാടിച്ചെറുക്കൻ ഉത്സവം കാണുവാൻ വന്നിരിക്കുന്നു. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്! ധേനുകനെ വധിച്ച ബലരാമൻ ആയുധപാണിയായി കൂടെയുണ്ട്. വാർത്ത ചെവികളിലൂടെ ഊർന്നിറങ്ങി. അറിഞ്ഞവർ കൃഷ്ണനെ കാണുവാൻ തെരുവിലേക്ക് ഓടിയിറങ്ങി. മധുരയിലെ ലളിതസുഭഗ ഗാത്രികൾ ഭവനാങ്കണത്തിൽ നിന്ന് കണ്ണു നിറയെ കൃഷ്ണനെ കണ്ടു. അവരുടെ മനസ്സ് ആനന്ദസാഗരത്തിൽ ആറാടി. മാധവന്റെ പിന്നാലെ ബാലന്മാരടക്കം നല്ലൊരു ജനക്കൂട്ടമുണ്ട്. അവർ കേശവനെ അത്ഭുതത്തോടെ കാണുകയാണ്. ബലരാമനും ശ്രീകൃഷ്ണനും വളരെ പതുക്കെയാണ് നടക്കുന്നത്. പിന്നിൽ നടക്കുന്ന ജനക്കൂട്ടം കണ്ണന്റെ അത്ഭുത കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. തെരുവിൻ്റെ ഒരു ഭാഗത്ത് അവർ ചെന്നപ്പോൾ രാജകൊട്ടാരത്തിലെ പ്രധാന രചകൻ എതിരെ വരുന്നത് കേശവൻ കണ്ടു. കൊട്ടാരത്തിൻ്റെ അലക്കിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അവനാണ്. തെരുവിലുള്ളവർക്ക് അവനെ അറിയാം. അഹങ്കാരിയും മതോന്മത്തനുമാണവൻ. സാധാരണ ജനങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന രചകപ്രമാണിയെ തെരുവിലുള്ളവർ കഠിനമായി വെറുക്കുന്നു. അഹങ്കാരത്തോടെ ഒരു കെട്ട് പട്ടാമ്പരവുമായി വരുന്ന അവൻ്റെ സമീപത്തേക്ക് കൃഷ്ണൻ നടക്കുന്നത് കണ്ടപ്പോൾ ജനക്കൂട്ടം നിശ്ചലമായി. എല്ലാവരും മാധവനെ തന്നെ ശ്രദ്ധിച്ചു. കേശവൻ അവൻ്റെ സമീപം ചെന്നിങ്ങനെ പറഞ്ഞു, നല്ലവനായ രചക, ഞങ്ങൾ ഉത്സവം കാണുവാൻ വന്ന ഇടയ ബാലന്മാരാണ്. ഉടുക്കാൻ മറുമുണ്ടില്ല. ഓരോ വസ്ത്രം തന്നിട്ട് പോകാമോ? ശ്രീകൃഷ്ണന്റെ വാക്കുകൾ രചകന്റെ അഹങ്കാരം ജ്വലിപ്പിച്ചു. അവൻ പറഞ്ഞു, ധിക്കാരി, രാജാവിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുവാനാണോ മോഹം? വനത്തിൽ പശുക്കളെ മേച്ച് നടക്കുന്ന നിനക്കൊക്കെ ഇലകളാണ് നല്ലത്. രാജകൊട്ടാരത്തിലെ ഊട്ടുശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പൊയ്ക്കൊള്ളുക. രാജവസ്ത്രം ഉടുക്കുവാൻ നോക്കരുത്. ഏറെ ആശിച്ചാൽ ശരീരമേ ഇല്ലാതെ വരും. നിന്നെയൊക്കെ അടി തന്ന് ഓടിക്കുകയാണ് വേണ്ടത്. ഇറങ്ങിയിരിക്കുന്നു രാജവസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള പൂതിയുമായി. കൃഷ്ണൻ പറഞ്ഞു, അധികം വേണ്ട. വസ്ത്രം തരുവാൻ നിനക്കാവുമോ ഇല്ലയോ? അതാണ് അറിയേണ്ടത്. രചകൻ കോപാകുലനായി. കൃഷ്ണനെ പ്രഹരിക്കുവാൻ കരമുയർത്തി. കരം മുഴുവനായി ഉയരും മുമ്പ് മാധവന്റെ വലതുമുഷ്ടി അവൻ്റെ മുഖത്ത് പതിഞ്ഞു. ഒരു അലർച്ചയോടെ അവൻ താഴെ വീണു. ഭാണ്ഡം ഉരുണ്ടു. ശിരസ് തകർന്ന് ഞെട്ടിപ്പിടഞ്ഞവൻ മരിച്ചു. രചകന്റെ മരണം ജനങ്ങളിൽ ആഹ്ലാദമാണ് ഉണ്ടാക്കിയത്. ഭാണ്ഡമഴിച്ച് ഓരോ വസ്ത്രം കൃഷ്ണനും ബലരാമനും എടുത്തു. ബാക്കിയുള്ളത് എല്ലാവർക്കും വീതിച്ചു നൽകി. ഈ ഒരു സംഭവത്തോടെ കൃഷ്ണൻ അത്ഭുതപ്രതിമനായി. ഭക്തിയോടും ഭയത്തോടും അവർ കേശവന് ചുറ്റും നിന്നു. അല്പം കൂടി നടന്നപ്പോൾ കഞ്ചുകാതി വസ്ത്രങ്ങൾ കൊട്ടാരത്തിൽ നെയ്തുണ്ടാക്കുന്ന കഞ്ചകൻ എന്ന നെയ്ത്തുകാരനെ അവർ കണ്ടു. അവൻ കഞ്ചുകാതി വസ്ത്രങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോവുകയായിരുന്നു. പെരുത്ത ശബ്ദകോലാഹലം കേട്ടാണ് നെയ്ത്തുകാരൻ അങ്ങോട്ട് ശ്രദ്ധിച്ചത്. 2 കുട്ടികൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരാണ് ഈ ശബ്ദം മുഴക്കുന്നത് എന്നവന് മനസ്സിലായി. നെയ്ത്തുകാരൻ ആൾക്കൂട്ടത്തിലേക്ക് കടന്നു. രചകന്റെ ഭാണ്ഡത്തിലെ പട്ടുവസ്ത്രങ്ങൾ ഗോപാലൻ ബാലന്മാർക്ക് വിതരണം ചെയ്യുകയാണ്. പീതാംബരം ധരിച്ച് മകരകുണ്ടലങ്ങളുമായി ശോഭിക്കുന്ന കേശവൻ ദിവ്യബാലൻ തന്നെയെന്ന് അവൻ ഉറച്ചു. തൻ്റെ കരത്തിലിരിക്കുന്ന കഞ്ചുകാതി പട്ടുവസ്ത്രങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്നതാണ് ശ്രേഷ്ഠം എന്നു കരുതി കഞ്ചൻ പട്ടാമ്പരം കൃഷ്ണന്റെ മുൻപിൽ കാഴ്ചവെച്ചു.
ഒരാൾ കഞ്ചുകാതി വസ്ത്രങ്ങൾ കാഴ്ചയായി അർപ്പിച്ചത് കണ്ടപ്പോൾ കൃഷ്ണൻ ആഹ്ലാദം പെരുകി. ദയാപൂർവം അവനെ കടാക്ഷിച്ചു. ആ പുഞ്ചിരി മതിയായിരുന്നു കഞ്ചന് മോക്ഷദായകനാകുവാൻ. ശാന്തിചിത്തനായ അവൻ കേശവനെ തന്നെ വന്ദിച്ചു നിന്നു. കൃഷ്ണൻ ആ വസ്ത്രങ്ങളും ബാലന്മാർക്ക് പാകത്തിന് നൽകി. വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ബാലസംഘം ചുവട് വെച്ച് ആടിയും പാട്ടുകൾ പാടിയും കണ്ണനു പിമ്പേ നീങ്ങി. ആഘോഷം കേട്ട് തെരുവിൻ്റെ ഇരുവശത്തുമുള്ള ബാലതരുണികൾ വാതായനം വഴി ശ്രദ്ധിച്ചു. ഗോപാലന്റെ രൂപം അവരുടെ ഹൃദയത്തിൽ കണവന്റെ രൂപത്തിൽ കടന്നു. ഉന്നത കുജസുന്ദരികളായ ആ തരുണിമാർ കണ്ണനോടൊപ്പം പോകുവാൻ കഴിയാത്തതിൽ ദുഃഖിച്ചു. അവർ പരസ്പരം പറഞ്ഞു, പുരുഷ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണ രൂപം. വൃന്ദാവനവാസികൾ ധന്യർ തന്നെയാണ്. രചകനെ കൊന്ന സംഭവം കർണാകർണികയാ മധുരയിലെങ്ങും അറിഞ്ഞു. ജനങ്ങൾ സംഭവം കേട്ട് ഞെട്ടി. കംസന്റെ പ്രിയനാണ് അഹങ്കാരിയായ രചകൻ. കൃഷ്ണനെയും ബലരാമനെയും കംസൻ വധിക്കുവാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ പൂതനയെയും കേശിയെയും അരിഷ്ടനെയും കൊന്നവനാണ് കൃഷ്ണൻ. അത്ര വേഗം കേശവന്റെ സമീപമെത്താൻ കഴിയുകയില്ല. എന്തായാലും മധുരയിൽ ഇന്ന് എന്തെല്ലാമോ നടക്കും. പ്രകൃതി തന്നെ മാറി. ചുഴലിക്കാറ്റ് തെരുവിൻ്റെ ചില കോണുകളിൽ തലപൊക്കി. പൂക്കൾ കറുത്തു. അകാലത്തിൽ വാടി വീണു. കിണറുകളിൽ രക്തം പൊങ്ങി. ഹംസങ്ങൾ ശബ്ദിച്ചില്ല. സൂര്യൻ ആകാശത്ത് നിന്ന് കത്തുന്നതായി തോന്നി. ശകുനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഗർഗാചാര്യൻ നന്ദഗോപനെയും കൂട്ടി വസുദേവരുടെ ഭവനത്തിൽ എത്തിയത്. കാരാഗൃഹം പോലെയുള്ള ഭവനത്തിൽ ചങ്ങലയിൽ ബന്ധിതനായി കിടക്കുന്ന വസുദേവരുടെ സമീപം നന്ദഗോപനിരുന്നു. ആചാര്യൻ ഒരു പീഠത്തിലും. വസുദേവർ ചങ്ങലയോടുകൂടി തന്നെ കരങ്ങൾ ഉയർത്തി ആചാര്യനെ വന്ദിച്ചു. വസുദേവരെ നോക്കിക്കൊണ്ട് നന്ദഗോപൻ പറഞ്ഞു, ഈ കാഴ്ച ഹൃദയം ദ്രവിപ്പിക്കുന്നു. മോചനത്തിനുള്ള നിമിഷങ്ങൾ എപ്പോഴാണെന്ന് ആർക്കറിയാം? നന്ദഗോപൻ കരഞ്ഞു. തുളുമ്പിയ കണ്ണുകൾ സുഹൃത്തിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചു. വസുദേവർ പറഞ്ഞു, നന്ദ, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനാണ് നീ. പൊന്നുണ്ണിക്കണ്ണൻ്റെ നിത്യദർശനം കൊണ്ട് മനസ്സ് വിശുദ്ധമാക്കിയവനാണ് താങ്കൾ. അവൻ്റെ ബാലലീല കണ്ടാൽ ആർക്കാണ് മതി വരുക? കണ്ണൻ്റെ തിരുരൂപം യാദവർ പറഞ്ഞ് എനിക്കറിയാം. മനസ്സിൽ ആ ചിത്രം വെച്ച് ഞാൻ ഓമനിക്കുന്നു. മധുരയ്ക്ക് മോക്ഷം നൽകുന്ന മണിക്കുഞ്ഞിന് ജന്മം നൽകിയില്ലെങ്കിലും ജന്മദാതാവായ ശ്രേഷ്ഠനാണ് നീ. ആചാര്യൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും യാദവർക്ക് പുണ്യം ചെയ്തവർ തന്നെ. ശ്രീഹരി ദുഷ്ടനിഗ്രഹാർത്ഥമാണ് ജനിച്ചിരിക്കുന്നത്. മധുരയ്ക്കിന്ന് പരിവർത്തനത്തിൻ്റെ മുഹൂർത്തമാണ്. ഈ സംക്രമദിനം മധുരയുടെ തെരുവ് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. രാമകൃഷ്ണന്മാർ കംസന്റെ രചകനെ വധിച്ചു. മധുരയിലെ ജനങ്ങൾ നൃത്തം ചെയ്തും ഗീതമാലപിച്ചും കൃഷ്ണനെ സ്വീകരിച്ചാനയിക്കുന്നു. ദേവകിയോടും ആചാര്യൻ ഈ വിവരം പറഞ്ഞു. എൻ്റെ മകൻ വളർന്നോ ഗുരുവര? ഒന്നു കാണുവാൻ കൊതി പെരുകുന്നു. കേശവൻ ഇവിടം വരെ വരുവാൻ ഇനിയും കഴിഞ്ഞില്ലല്ലോ. ആചാര്യൻ പറഞ്ഞു, ദേവകി, നീ വെറും ഒരു മാതാവല്ല, വിഷ്ടപനാഥന് ജന്മം നൽകിയ വിശിഷ്ടയായ സ്ത്രീരത്നമാണ്. മധുരയിൽ ഹരിജന്മം കൊണ്ടത് വ്രജഭൂമിക്ക് മോക്ഷം നൽകുവാനാണ്. കർമ്മത്തിനാണ് പ്രഥമസ്ഥാനം. ധർമ്മം രണ്ടാമതാണ് ഉരുത്തിരിയുക. ഹിരണ്യഗർഭൻ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. പ്രവൃത്തിയിൽ നിന്നും നിവൃത്തിയിലേക്ക് കർമ്മം പൂർത്തിയാക്കുവാനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മടങ്ങി വന്ന് മാതാപിതാക്കളെ ദർശിക്കാതെ കൃഷ്ണൻ എങ്ങും പോവുകയില്ല. ദേവകി കണ്ണടച്ചു കിടന്നു. അനേകം ചിന്തകളുടെ കളിയരങ്ങായി ആ ഹൃദയം. നിശ്വാസങ്ങൾ ഉള്ളിലൊതുക്കുന്ന ചിന്തയുടെ ശക്തി കാണിച്ചു. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന ബോധം വീണ്ടും അവരിൽ ഉറഞ്ഞു. ആ തിരിച്ചറിവ് ശാന്തിമന്ത്രമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഭാഗം അവസാനിച്ചതുകൊണ്ട് അടുത്ത ദിവസം അടുത്തൊരു ഭാഗവുമായി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.